2016 LDF അധികാരത്തിൽ വരുമ്പോൾ ജീവനക്കാർക്ക് നൽകിയ ഒരു പ്രധാനപ്പെട്ട വാഗ്ദാനമായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുമെന്ന്. അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റിയെ നിയോഗിച്ചു. അത് രഹസ്യമാക്കി വെച്ചു ആ കമ്മിറ്റി റിപ്പോർട്ട്. അതിനുശേഷം ഗവൺമെൻറ്റിനെ പിന്താങ്ങുന്ന കക്ഷികളിൽപ്പെട്ട ഒരു സർവീസ് സംഘടന സുപ്രീം കോടതി കേസ് പോയി. അതിനെ തുടർന്നാണ് ശുപാർശ പുറത്തു വന്നത്. പിന്നീട് അതിനെക്കുറിച്ചും പഠിക്കാൻ ഒരു കമ്മിറ്റിയെ വെച്ചു. അതുപോലെ തന്നെ DA ജീവനക്കാർക്ക് 21% കുടിശ്ശികയുണ്ടായിരുന്നു. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ 2% പ്രഖ്യാപിച്ചു. ബാക്കി 19% കുടിശ്ശികയാണ്. അതുപോലെ ലീവ് സറണ്ടർ ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം കൊടുത്തിട്ടില്ല. ഇങ്ങനെയുള്ളൊരു പശ്ചാത്തലത്തിലാണ് പുതുതായി പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതിയെ ജീവനക്കാർ സംശയത്തോടുകൂടി കാണുന്നത്. ജീവനക്കാരുടെ പുതിയ ശമ്പള കമ്മീഷനെ നിയോഗിച്ച് ആനുകൂല്യങ്ങൾ നൽകുമായിരുന്നെങ്കിൽ അടുത്ത 1-ാം തീയതി മുതൽ പുതിയ ശമ്പള കമ്മീഷൻ ആനുകൂല്യം കൊടുക്കണം. എന്നാൽ കഴിഞ്ഞ ശമ്പള കമ്മീഷന്റെ ആനുകൂല്യങ്ങൾ കുടിശ്ശിക ഇതുവരെ കൊടുത്തിട്ടില്ല. ജീവനക്കാർക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങൾ എന്ന് കൊടുത്തു തീർക്കും. ഈ പദ്ധതി ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ള ജീവാനന്ദ പദ്ധതി, ഇപ്പോൾ ആലോചനയിലുള്ള പദ്ധതി നിർബന്ധപൂർവ്വം നടപ്പാക്കില്ല എന്നൊരു സർക്കാർ ഉത്തരവ് പുറപ്പെടുവിക്കാൻ തയ്യാറാകുന്നു. സർ, ഈ ബഹുമാനപ്പെട്ട ചോദ്യകർത്താവ് ഇത് ചോദ്യവേളയിൽ ഉന്നയിക്കുന്നതാണോ അതോ ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ ഭാഗമായിട്ട് ഉന്നയിച്ചതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സബ്ജക്റ്റിൽ നിന്ന് ചർച്ചയുണ്ട്, ബഡ്ജറ്റിൽ നിന്നുണ്ട്. വിശദമായിട്ട് മറുപടി പറയണമെങ്കിൽ അതിനകത്ത് പറയാൻ സമയമുണ്ട് സാർ. ഈ ഒരു കാര്യം ഞാൻ പറയാം, സംസ്ഥാനത്തെ ഇടതുപക്ഷ സർക്കാരുകളാണ് എന്നും ജീവനക്കാരുടെ ആനുകൂല്യങ്ങളെല്ലാം സംരക്ഷിച്ചിട്ടുള്ളതും കൊടുത്തിട്ടുള്ളതും. ഓരോന്നെടുത്ത് ഞാൻ പിന്നീട് ബഡ്ജറ്റ് ഡിസ്കഷൻ്റെ മറുപടിയായിട്ട് പറയാം. ഈ പെൻഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഈ തീരുമാനമെടുത്ത് പെൻഷൻ കൊടുക്കണ്ട എന്ന് തീരുമാനിച്ചതിൻ്റെ കുറ്റബോധം പോലും ലെവലേശം ഇല്ലാതാണ് ഇപ്പോൾ ചോദ്യം ചോദിക്കാൻ നിൽക്കുന്നത്. ഇതെല്ലാം തീരുമാനിച്ച ആളുകളാണ് സാർ. അദ്ദേഹം പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് എന്തായാലും നമ്മളത്തെ ഇന്നത്തെ ബഡ്ജറ്റ് ഡിസ്കഷൻ അതാ സാർ. അതുകൊണ്ട് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നതിന് യാതൊരു സംശയമില്ല. അധികമായി കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ കേരളത്തിലുള്ളതുപോലെ വേറൊരു സംസ്ഥാനത്തുമില്ല. അങ്ങനെ ഒരു പെൻഷൻ സമ്പ്രദായത്തിന് അസംഘടിത മേഖലയിൽ ഉൾപ്പെടെ ഉള്ളവരെ പെടുത്താൻ പറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ ഭാവിയിൽ ആലോചിക്കേണ്ടി വരും. ഇതിപ്പോൾ ഒരു ജീവാനന്ദ പദ്ധതി എന്ന് പറയുന്നതിൻ്റെ പ്രാഥമികമായിട്ട് അതിൻ്റെ പഠനം നടത്താനാണ് ഏൽപ്പിച്ചേക്കുന്നത്. അതനുസരിച്ചിട്ട് അവരിടുന്ന പണം കൃത്യമായി ഉറപ്പായി ഏറ്റവും ഉയർന്ന പലിശയോടുകൂടി അതിൻ്റെ തിരിച്ചു കൊടുക്കുന്നതിന് പദ്ധതിയാണ് ആലോചിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഡീറ്റെയിൽസ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇൻഷുറൻസ് സംബന്ധിച്ച്, പ്രത്യേകിച്ച് ലൈഫ് ഇൻഷുറൻസ് സംബന്ധിച്ച് ആക്ച്വറിയൽ സയൻസ് പഠിച്ച ഇന്ത്യയിലെ അംഗീകൃതമായ ആക്ച്വറിയൽസ് ആണ് തീരുമാനിക്കുന്നത്. നമുക്കും ഇൻഷുറൻസ് വകുപ്പിൻ്റെ അത്തരം ആക്ച്വറിയൽസ് തന്നെയാണ് അഡ്വൈസ് തരുന്നത്. അങ്ങനെയുള്ള ആളുകൾ ചർച്ച ചെയ്ത് അവർ പഠിച്ച് അത് തരുന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും സാർ ഇത് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ജീവനക്കാരെ സംരക്ഷിക്കുന്നതിന് ഏത് കാലത്തും എടുക്കുന്ന നിലപാടുകളുടെയും നടപടികളുടെയും ഭാഗമായിട്ടാണ് സാർ ഇത് ചെയ്യുന്നത്.